ഇന്ന് ബീട്രൂട്ടിനുണ്ട കറി വെക്കുന്നത്. ഫ്രിഡ്ജിലിരിക്കേണ്ടായിരുന്നതാ 2 എണ്ണം. അപ്പൊ അത് നല്ലോണം നുറുക്കി കഴുകി വൃത്തിയാക്കി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. പിന്നെ അതിന് വേണ്ട സാധനങ്ങളുണ്ട് കേട്ടാ ഇതൊക്കെ. അപ്പൊ ആദ്യം തന്നെ ചീഞ്ചിട്ട് അടപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാവുമ്പോ കുറച്ച് ഇഞ്ചി ആദ്യം ഇടാം. ഇഞ്ചി നല്ലോണം ചെറുതാക്കി അരിയണം, അന്നെങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ വെളുത്തുള്ളിയും സബോളയും പച്ചമുളകും വേപ്പിലയും ഒക്കെ ഇട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. പിന്നെ കുറച്ച് ഉപ്പ് പാകത്തിന് ഇടുക. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇടും, പച്ചക്കറിയല്ലേ അത് കാരണം കൊണ്ട് എന്തായാലും മഞ്ഞപ്പൊടി മസ്റ്റാണ്. അപ്പോൾ അതിട്ട് നല്ലോണം യോജിപ്പിച്ച് കഴിയുമ്പോൾ മുളക് പൊടി ഇടുക, 1 ടീസ്പൂണ്. പച്ചമുളക് ഇട്ട് വെക്കാം, പക്ഷെ ഞാൻ ബീട്രൂട്ട് ആയതുകൊണ്ടാണ് ചുവന്ന മുളക് ഇടുന്നത്. ബീട്രൂട്ട് വെക്കുമ്പോൾ നമുക്ക് ചുവന്ന മുളകാണ് ടേസ്റ്റ്, അത് കാരണം ചുവന്ന മുളക് അതിലിട്ടുണ്ട്. പിന്നെ ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടാ. പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും കൂടി ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് കറി വെക്കണത്. അപ്പൊ വേഗം വേവണ പരിപ്പാണെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ആയത്തിൽ വേവണ പരിപ്പാണെങ്കിൽ കുറച്ചു നേരം ഒന്ന് വേവിച്ചിട്ട് ഇടണതാണ് കേട്ടാ നല്ലത്. പിന്നെ നമ്മളിത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞാലും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കണം, അല്ലെങ്കിൽ പരിപ്പായതുകൊണ്ട് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടാ. പിന്നെ ഞാൻ ഈ പരിപ്പൊക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് കഴിക്കാത്ത മക്കളുണ്ടാവും. അപ്പൊ പരിപ്പ് ചെല്ലുമ്പോൾ ആ ബീട്രൂട്ടിന്റെ മധുരം അതുമ്മ പിടിക്കും. അപ്പൊ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടാ. അപ്പൊ